നമസ്കാരം. ഇന്ത്യ ഒരിക്കലും തലകുനിക്കില്ല, ഒരാളുടെ മുന്നിലും തലകുനിക്കില്ല എന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കട്ടായം പറഞ്ഞു കഴിഞ്ഞു. ചൈനയുമായുള്ള ചർച്ചകൾ സുഗമമായി നടക്കുന്നുണ്ട് എങ്കിലും അതീവ ജാഗ്രതയോടെ തന്നെയാണ് ഇന്ത്യ പ്രതിരോധം തീർക്കുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ചർച്ചകൾ നല്ല അന്തരീക്ഷത്തിൽ നടത്താനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഒരിക്കലും ആരുടെ മുന്നിലും തല കുനിക്കില്ല എന്നും പ്രതിരോധ മന്ത്രി ശക്തമായി പറയുന്നുണ്ട്. ഇന്ത്യ ഒരു ശക്തമായ രാജ്യമാണ് ഇപ്പോഴെന്നും അയൽക്കാരുമായി നല്ല ബന്ധം നിലനിർത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് എന്നും, എന്നാൽ ഇന്ത്യയെ അനാവശ്യമായി പ്രകോപിപ്പിച്ചാൽ കാര്യങ്ങൾ മാറി മറിയുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ ദുർബലമായ ഒരു ഇന്ത്യയല്ല. സൈനിക വീക്ഷണത്തിൽ ഇന്ത്യ ശക്തമായ ഒരു രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞു. അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്താനാണ് ഇന്ത്യ എപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷേ അനാവശ്യ ഇടപെടലുകൾ നടത്തിയാൽ അവർക്ക് മുന്നിൽ ഒരിക്കലും ഇന്ത്യ തല കുനിക്കില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ചർച്ചകളുടെ ഫലത്തിനായി, അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ചർച്ചകളുടെ ഫലത്തിനായി കാത്തിരിക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കാരണം എപ്പോഴും ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നതും അല്ലെങ്കിൽ ചർച്ചകളുടെ ഫലം നന്നാക്കാൻ ഇന്ത്യ ശ്രമിക്കുമ്പോഴും ചൈന അത്തരത്തിലുള്ള നീക്കങ്ങളല്ല കാട്ടുന്നത്. ചൈന അതിനിടയിൽ കുതന്ത്രങ്ങൾ പയറ്റുവാനാണ് ശ്രമിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ 21,000 കോടി രൂപ കടന്ന ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി രാജ്യത്തിന്റെ കരുത്ത് തന്നെയാണ് കാട്ടുന്നത്. ചൈനയ്ക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ അലോസരമാണ് ഇന്ത്യയോടുള്ളത്. ചൈനയ്ക്ക് ഒരു തരത്തിലും അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. കാരണം 2014 ഇന്ത്യ 600 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതിയാണ് നടത്തിയത്. പക്ഷേ ഇപ്പോ അത് വലിയ രീതിയിൽ മാറി എന്നുള്ളത്, വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നുള്ളത് ചൈനയടക്കമുള്ള ശത്രു രാജ്യങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല. മിസൈലുകളോ മറ്റായുധങ്ങളോ ബോംബുകളോ ടാങ്കുകളോ ഒക്കെ ആകട്ടെ, പ്രതിരോധ വസ്തുക്കൾ ഇന്ത്യയിലും ഇന്ത്യക്കാർ തന്നെയും നിർമ്മിക്കുന്നതാണെന്ന് ഉറപ്പാക്കാൻ മോദി സർക്കാർ പ്രാപ്തമാക്കി, അല്ലെങ്കിൽ മോദി സർക്കാർ അതിന് പ്രതിജ്ഞാബദ്ധമാണ് എന്നും പ്രതിരോധ മന്ത്രി എടുത്തു പറയുന്നുണ്ട്. ഇന്ന് 1,00,000 കോടി രൂപയിലധികം മൂല്യമുള്ള പ്രതിരോധ ഉൽപാദനം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ വഷളായി പോകുന്നതിന് പിന്നിൽ ധാരാളം കാര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ വളർച്ചയെ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു രാജ്യം തന്നെയാണ് ചൈന. ഇന്ത്യ എങ്ങനെ വികസനം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുന്നു എന്നതിനെ സദാ ജാഗ്രതയോടെ തന്നെയാണ് ചൈന വീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദശകത്തിൽ 2 ഏഷ്യൻ ഭീമന്മാർ തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ വഷളായിട്ടുണ്ട് എന്നും എടുത്തു പറയണം. പ്രത്യേകിച്ചും 2020 ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യ ചൈന സൈനികർ തമ്മിലുള്ള അതിർത്തി തർക്കത്തെ തുടർന്നും ആ ഒരു ആക്രമണത്തെക്കുറിച്ചും. ചൈന എപ്പോഴും ശ്രമിക്കുന്നത് പരിഹരിക്കപ്പെടാത്ത അതിർത്തി തർക്കം പോലുള്ള തർക്ക വിഷയങ്ങൾ മാറ്റിവെച്ച് ചൈനയുടെ മാത്രം താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ്. അപ്പോൾ അത്തരത്തിലൊരു ഗെയിമാണ് ചൈന കാണിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ തങ്ങളുടെ പൊതു ഹിമാലയൻ അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഇളക്കി വിടുവാനും മറ്റ് ശക്തികളുമായി സഹകരിച്ച് ചൈനയുടെ ഉയർച്ച തടയാനും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തെ ചെറുക്കാനുമാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചൈന പറഞ്ഞു പരത്തുന്നത്. പക്ഷേ ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാം ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതും ഇന്ത്യയുടെ നീക്കങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതും. ചൈനയെ പോലെയല്ല ഇന്ത്യ എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇന്ത്യയുടെ വളർച്ച ഉൾക്കൊള്ളാൻ കഴിയാത്ത ചൈന ഇന്ത്യയെ പറ്റി അപകീർത്തികരമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നു എന്ന് മാത്രം. ഒരു കാലത്തും തങ്ങളുടെ നിലപാടുകൾ ശരിയല്ല എന്ന് ചൈന അംഗീകരിച്ചു തരികയില്ല. ഇന്ത്യയെ കുറ്റം പറയുക, അല്ലെങ്കിൽ ഇന്ത്യയാണ് എല്ലാ തടസ്സങ്ങളും ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു പരത്തുക മാത്രമാണ് അവർ ചെയ്യുന്നത്. ഇന്ത്യയുടെ വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥയും സൈനിക ശേഷി വിപുലീകരിക്കുന്നതുമൊക്കെ ചൈന ആപാദം നിരീക്ഷിച്ച് ശ്രദ്ധിച്ചു വരികയാണ്. 2023 മധ്യത്തിൽ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു, ചൈനയെ മറികടക്കുന്നു. അപ്പോൾ അതിന്റെ മാനസികാഘാതം ഇപ്പോഴും ചൈനയ്ക്കുണ്ട് എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ വിപുലീകരിക്കുന്ന സുരക്ഷാ ബന്ധങ്ങളും ഓസ്ട്രേലിയ, ജപ്പാൻ എന്നിവർക്കൊപ്പമുള്ള ഇന്ത്യയുടെ ബന്ധവും എല്ലാം ചൈന ഉറ്റുനോക്കുന്നുണ്ട്. അതിൽ ഏറ്റവും അധികം അലോസരപ്പെടുന്നതും ചൈന തന്നെയാണ്. എന്തായാലും ഇന്ത്യ ചൈന ബന്ധത്തിൽ വരും വർഷത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഒരു വിഭാഗം പറയുന്നത്. സ്ഥിതിഗതികൾ വഷളാക്കാൻ ചൈനയുടെ ഭാഗത്ത് നിന്ന് വലിയ സംഭാവനകളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അപകട സാധ്യത യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് എന്നത് അടിവരയിടേണ്ടതുണ്ട്. 2 ഏഷ്യൻ ഭീമന്മാർ തമ്മിലുള്ള ഈ കടുത്ത തർക്കത്തിന് നിരവധി കാരണങ്ങളുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അധികാര സന്തുലിതാവസ്ഥ വഷളാവുകയാണ്. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ചൈനയുടെ ഉയർച്ച ഇപ്പോൾ പാളിപ്പോകുന്ന അവസ്ഥ വളരെയധികം പ്രകടമാണ്. എല്ലാ തരത്തിലും ഇന്ത്യ ചൈനയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ എങ്ങനെ അസ്ഥിരത ഉണ്ടാക്കാം, എങ്ങനെ സമാധാനം തകർക്കാം എന്ന കാര്യം തന്നെയാണ് ചൈന എപ്പോഴും നോക്കുന്നത്. എല്ലാ രാജ്യങ്ങളോടും, അതായത് ഇന്ത്യയോട് നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളിലേക്ക് ഇടപെട്ട് അവിടേക്ക് അനാവശ്യമായി ചൂഴ്ന്നു കയറി ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക, സമാധാനത്തിനെതിരായി പ്രവർത്തിക്കുക, ഇതൊക്കെ ചൈനയുടെ സ്ഥിരം
ഇത്തരം പരിപാടികൾ തന്നെയാണ്. അപ്പോൾ ഇന്ത്യ ഒരിക്കലും ചൈനയ്ക്ക് മുന്നിൽ തലകുനിക്കില്ല, പക്ഷേ ശക്തമായ പ്രതിരോധം ഇന്ത്യ തീർക്കുക തന്നെ ചെയ്യും എന്നതാണ് പറയേണ്ടത്. ചർച്ചകളൊക്കെ സുഗമമായി പോകുന്നുണ്ട്, പോകാൻ തന്നെയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതും. പക്ഷേ ചൈനയുടെ പരിപാടികൾ, ചൈനയുടെ പദ്ധതികൾ, അവരുടെ മാത്രം താല്പര്യങ്ങൾ സാധൂകരിച്ചു കൊടുക്കാൻ ഇന്ത്യ ഒരിക്കലും തയ്യാറാകില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്.